തെന്നിന്ത്യയിലെ മറ്റു ഭാഷകളിലെ പോലെ തന്നെ മലയാളികൾക്കും ഏറെ പ്രിയങ്കരിയായ രമ്യ കൃഷ്ണൻ വീണ്ടും സിനിമാ ലോകത്ത് ശക്തിയായ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. ബാഹുബലിയാണ് വിസ്മൃതിയിലേക്ക് ആഴ്ന്നു പോകുമായിരുന്ന രമ്യയ്ക്ക് ഒരു മികച്ച തിരിച്ചുവരവ് സമ്മാനിച്ചത്. ഇതുവരെ പടയപ്പയിലെ നീലാംബരിയായി അറിയപ്പെട്ടിരുന്ന താരം ബാഹുബലി 1-ാം ഭാഗം ഇറങ്ങിയതോടെ പ്രേക്ഷക മനസ്സിൽ ശിവകാമിയായി തീരുകയായിരുന്നു. നീലാംബരിയേക്കാൾ ഇപ്പോൾ ആളുകൾ സംസാരിക്കുന്നത് ശിവകാമിയെക്കുറിച്ചാണെന്ന് രമ്യ കൃഷ്ണനും സമ്മതിക്കുന്നു. എങ്ങനെ നോക്കിയാലും നീലാംബരിയേക്കാൾ ഒരുപിടി മുന്നിൽ തന്നെയാണ് ശിവകാമി. പടയപ്പയ്ക്ക് ശേഷം ജനങ്ങൾ ഇത്രയേറെ സ്വീകരിച്ച മറ്റൊരു കഥാപാത്രം ബാഹുബലിയിലേതാണ്. നീലാംബരി എന്ന് വിളിച്ച് സ്നേഹം പങ്കുവയ്ക്കാൻ എത്തിയിരുന്നവർ ഇപ്പോൾ ശിവകാമി എന്നാണ് വിളിക്കുന്നത്. ചിത്രം റിലീസായത് മുതൽ മൊബൈൽ ഫോണിന് വിശ്രമമില്ല. എല്ലാവരും അഭിനന്ദനം മൂടുകയാണ്. സന്തോഷം, ആ സ്നേഹത്തിന് നന്ദി, രമ്യാകൃഷ്ണൻ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തുന്നു. 2 ഭാഗങ്ങൾക്കുമായി ഏകദേശം 4 വർഷമാണ് ബാഹുബലിക്ക് വേണ്ടി മാറ്റിവെച്ചത്. ശിവകാമി എന്ന കഥാപാത്രമായി അത്രത്തോളം ഇഴുകിച്ചേരേണ്ടി വന്നു. 4 വർഷം അക്ഷരാർത്ഥത്തിൽ രാജ്ഞിയെ പോലെ പെരുമാറേണ്ടി വരുന്നത് തന്നെ എത്ര ബുദ്ധിമുട്ടാണെന്ന് ചിന്തിച്ചു നോക്കൂ. ചിത്രീകരണത്തിന് വേണ്ടി ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനിടെ നിരവധി തവണ പരിക്കേറ്റു. ഡബ്ബിംഗ് ആയിരുന്നു മറ്റൊരു വെല്ലുവിളി. സ്വന്തം ശബ്ദം ഉപയോഗിക്കണമെന്ന് സംവിധായകൻ രാജമൗലിക്ക് നിർബന്ധമായിരുന്നു. തമിഴിലും തെലുങ്കിലും ഞാൻ തന്നെ ഡബ്ബ് ചെയ്തു. പടയപ്പയിൽ പോലും ഞാൻ ഡബ്ബ് ചെയ്തിരുന്നില്ല. വെല്ലുവിളിയായിരുന്നു. പക്ഷേ ആസ്വദിച്ചാണ് ചെയ്തതെന്നും ബാഹുബലിക്കായി ചിത്രീകരണ വേളയിൽ നേരിട്ട കഷ്ടപ്പാടുകളെക്കുറിച്ചും രമ്യ വാചാലയാവുന്നു. 48ന്റെ ചെറുപ്പത്തിലും രമ്യ എന്ന പ്രേക്ഷകർക്ക് താരറാണി തന്നെയാണ്. ആരാധകർ ബാഹുബലിയുടെ സൃഷ്ടാവ് രാജമൗലിയെ നന്ദിയോടെ സ്മരിക്കുകയാവാം. വീണ്ടും പഴയ ചുറുചുറുക്കോടെ രമ്യ കൃഷ്ണനെ തിരിച്ചു നൽകിയതിന്. 1-ാം ഭാഗത്തേക്കാൾ ബാഹുബലി 2-ാം ഭാഗത്തിൽ അവന്തികയെയും ദേവസേനയെയും പിന്നിലാക്കുന്ന പ്രാധാന്യമാണ് രമ്യ കൃഷ്ണന്റെ ശിവകാമിക്ക് ലഭിച്ചത്. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർസ് സൺ ന്യൂസ്.